അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചപ്പോൾ പെട്ടെന്ന് അവന്റെ കണ്ണിൽ 361 എന്ന സംഖ്യ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊട്ടുണ്ടായതുമില്ല. എന്നാൽ അമ്മയുടെ കൈപുണ്യം നാവിലെ തൊടുമ്പോഴെല്ലാം ആ സംഖ്യകൾ കുറഞ്ഞുകൊണ്ടേയിരുന്നു. കാഴ്ചശക്തിക്ക് എന്തോ തകരാറാണെന്ന് കരുതി ആശുപത്രിയിൽ പോയി പരിശോധിച്ചെങ്കിലും ഫലം നോർമലായിരുന്നു. ഒരു രാത്രിയിൽ സ്വപ്നത്തിൽ വന്ന മൺമറഞ്ഞ പിതാവാണ് ആ സംഖ്യകൾ അമ്മയുടെ ആയുസിന്റെ ബാക്കിയാണെന്ന രഹസ്യം വെളിപ്പെടുത്തിയത്. അത് പൂജ്യമായാൽ അമ്മ യാത്രയാകും, പക്ഷേ വിധി മാറ്റി എഴുതാമെന്നും അദ്ദേഹം പറഞ്ഞു. ഉണർന്നയുടൻ അമ്മയുടെ ആയുസ് കൂട്ടാൻ അവൻ ആ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയും അമ്മയെ അടുക്കളയിൽ നിന്ന് മാറ്റി ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി നൽകുകയും ചെയ്തു. എന്നാൽ സാമ്പത്തിക ബാധ്യത കൂടിയപ്പോൾ അവൻ അമ്മയിൽ നിന്ന് മാറി നിൽക്കാൻ സോളിലെ ഒരു കോളേജിൽ അഡ്മിഷൻ നേടി. മകന്റെ വേർപാടിൽ ആ അമ്മ അതീവ ദുഃഖിതയായെങ്കിലും അപ്പോഴേക്കും ആ സംഖ്യ 138 എത്തിയിരുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം വിധി വീണ്ടും ക്രൂരമായി അവന് വയറ്റിൽ ക്യാൻസർ സ്ഥിരീകരിക്കുകയും 3 മാസത്തെ ആയുസ് മാത്രം ഡോക്ടർമാർ പ്രവചിക്കുകയും ചെയ്തു. ശേഷിച്ച നാളുകൾ അമ്മയോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച അവൻ ദിവസവും അമ്മയുടെ ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ കഴിഞ്ഞു. ഒടുവിൽ 15 വർഷമായി അവനെ വേട്ടയാടിയ ആ സംഖ്യകൾ ഒരക്കത്തിൽ വന്നു നിന്ന അന്ന് രാത്രി അവൻ അമ്മയുണ്ടാക്കിയ അവസാനത്തെ ഭക്ഷണവും കഴിച്ചു. ഒടുവിൽ ശസ്ത്രക്രിയയ്ക്ക് സമ്മതിച്ച അവൻ അമ്മ തനിച്ചാകുമെന്ന ഭയത്തോടെയാണെങ്കിലും അമ്മയുടെ ധൈര്യപ്പെടുത്തലിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി. ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സർജറി പൂർണ്ണ വിജയമാകുകയും അവൻ സുഖം പ്രാപിച്ച് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. വീട്ടിലെത്തിയ ഉടൻ അവൻ ആദ്യമായി അമ്മയ്ക്കായി ഒരു ബീഫ് സൂപ്പ് തയ്യാറാക്കി. ഭയത്തോടെ അവൻ കണ്ണുകൾ അടച്ചെങ്കിലും സംഖ്യകൾ പൂജ്യമാകുന്നതിന് പകരം മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. വിധി മാറ്റുകയെന്നാൽ ഭയന്ന് ഓടുകയല്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്.